ബാലഭാസ്കറിൻ്റെ വൈഫ് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലുള്ള ഒരു തുറന്നു പറച്ചിൽ മനോരമ ന്യൂസിലൂടെ എക്സ്ക്ലൂസീവായിട്ട് ഇന്നലെ എല്ലാവരും കണ്ടു കാണും. ഞാനും കണ്ടു. അതിലൊരു എക്സ്ക്ലൂസീവ് എലമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. ഐ വാസ് എക്സ്പെക്റ്റിംഗ് ദിസ്. അവരിതാണ് പറയാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഈ ബാലഭാസ്കർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംതിങ് പുഷിങ് മീ ഫ്രം ബിഹൈൻഡ്. എന്തോ ഇന്നങ്ങനെ തള്ളി വിടുന്നുണ്ട് ഈ വീഡിയോസിൻ്റെ കുറേ റെഫറൻസ് എടുക്കാനും കൂടുതൽ ഇതിൽ ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും. ലൈക്ക് നമുക്ക് വിസിബിളി പബ്ലിക്കായിട്ട് കിട്ടുന്ന മെറ്റീരിയൽസ് മാത്രം കേട്ടോ, അല്ലാതെ ഞാൻ സീക്രട്ടേജ് എന്നുള്ള പേര് വെച്ചിട്ട് അവിടുന്ന് ചകഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതൊന്നും അല്ല. ബട്ട് ആരൊക്കെയോ പബ്ലിക്കായിട്ട് വന്ന സാധനങ്ങൾ കാണാതെ പോയതോ അതോ കണ്ടിട്ടും കണ്ണടച്ച് പോയതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനായിട്ടൊന്ന് എൻ്റെതായ ചോദ്യങ്ങളിലൂടെ ചോദിക്കുന്നു. ഇവിടെ ഞാൻ കുറച്ച് എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മീഡിയനോടാണ്, CBIനോടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ 4 ടീമിനോടോ അല്ല. ഓക്കെ, അവർ കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കും, ആ സെറ്റപ്പാണ്. മീഡിയാസിനോട് ചോദിക്കാമല്ലോ, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. കാരണം ഇത്ര വർഷങ്ങളായിട്ട് അവരുടെ കയ്യിലൊക്കെ ഡാറ്റാസ് കാണും, അവർക്ക് തപ്പിയെടുക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. സോ അവർ ചെയ്യട്ടെ, അവരോടാണ് ക്വസ്റ്റ്യൻസ്. അതിന് മുമ്പ് ഇന്നലെ ലക്ഷ്മി അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഓക്കെ, അതിലൂടെ നമുക്ക് പോവാം. അപകടം ആസൂത്രിതമല്ല, ബാലഭാസ്കറിൻ്റെ മരണത്തിനിടയാക്കിയ അപകടം ആസൂത്രിതമല്ല, അപകടത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് സൂചന പോലുമില്ല, കാർ ആരും ആക്രമിച്ചിട്ടില്ല, ബാലഭാസ്കറിൻ്റെ കാർ ആരും ആക്രമിച്ചിട്ടില്ല, അപകട സമയത്ത് തനിക്ക് ബോധമുണ്ടായിരുന്നു, അർജുൻ്റെ കേസ് അറിയാമായിരുന്നു, പാലക്കാട് പൂന്തോട്ടം കുടുംബത്തിൽ വെച്ചാണ് അർജുനെ പരിചയപ്പെട്ടത്, ജീവിക്കാൻ മാർഗമില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ബാലഭാസ്കർ അർജുനെ കൂടെ കൂട്ടിയത്, വണ്ടി ഓടിച്ചത് അർജുൻ തന്നെ, തുടക്കം മുതൽ ഓടിച്ചത് അർജുൻ, മുൻ സീറ്റിൽ ഞാനും കുട്ടിയും പിന്നിൽ ബാലഭാസ്കറും ഇരുന്നു, ആശുപത്രിയിലെത്തിയ ബാലുവിൻ്റെ സുഹൃത്തുക്കളോട് അർജുൻ തെറ്റ് സമ്മതിച്ചിരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ചുരുക്കം. ഓക്കെ, ഇനി എന്താണെന്നുണ്ടെങ്കിലും ഇവർ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് എന്താണെങ്കിലും പോവാം. മനോരമ ന്യൂസ് എക്സ്ക്ലൂസീവിൽ സംവെയർ ഐ ഫെൽറ്റ് ലൈക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സഹതാപം വൈബിലേക്ക് ഇത് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളത്. കാരണം അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും രീതിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദാറ്റ് വർക്ക്സ്. ബിക്കോസ് അവരങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് അത് സഫർ ചെയ്ത് വരുന്ന അവരുടെ ട്രോമ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഐ റെസ്പെക്ട് ദാറ്റ്. അത് റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് അവർ ചെയ്തത്. ബട്ട് സംവെയർ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് തീമും ബ്ലാക്ക് ഡ്രസ്സും ആ ഒരു ഡാർക്ക് ആംബിയൻസും ഏതൊരു പോർഷനിനകത്ത് അവരൊരു സാഡ് BGM ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പോർഷനിൽ. ഐ ഫെൽറ്റ് ലൈക്ക് എവിടെയോ ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ലൈക്ക് ഒരു ഇന്നർ ഫീലിംഗ്. ബട്ട് സ്റ്റിൽ ആ ആങ്കർ നല്ല കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് അങ്ങേര് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വെൽ ക്രാഫ്റ്റഡ് ഇൻ്റർവ്യൂ തന്നെയാണ് പറയാനുള്ളത്. അപ്പം എന്താണെങ്കിലും നമുക്ക് നോക്കാം ഓരോ പോർഷൻ ബൈ പോർഷൻ ആൻഡ് എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ആർക്കെങ്കിലും ഞാൻ ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത് കാണേണ്ടതാണെങ്കിൽ ഈ പോർഷൻ തട്ടി വിട്ടിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, അതിലേക്ക് പോയിക്കോ. ഇതിനിടയിലും എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ലെറ്റ്സ് വാച്ച്. ജയൻ, ഒന്നാമത്തെ കാരണം അപകടം ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണല്ലോ ഞാൻ. അപ്പോൾ അതായത് ഫിസിക്കലി ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും രണ്ടും ഒരേ സമയം എന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾ തന്നെ വേണ്ടി വന്നു എനിക്ക് റിയാലിറ്റി എന്താണെന്ന് ഞാൻ ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ. അതുവരെയും ഒരു ഡ്യുവൽ ലൈഫ് പോലുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. ബ്രെയിൻ ഇഞ്ചുറിക്ക് ശേഷം റിക്കവർ ചെയ്ത് വരുന്ന ഒരവസ്ഥയിൽ ആ തളർച്ച മാറുമ്പോഴേക്കും വിവാദങ്ങൾ തുടങ്ങി, പിന്നെ ലീഗലി ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി. അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വാട്ടെവർ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് എനർജിയും കുറച്ച് ഇതും നിയമപരമായിട്ടുള്ള സഹകരണത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണയും ഓരോ മൊഴിയെടുക്കലും എനിക്ക് തോന്നുന്നു ഞാൻ ബോധത്തിലേക്ക് വന്ന് എൻ്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയ സമയം മുതൽ നമ്മുടെ ലോക്കൽ പോലീസിന്, പിന്നെ അത് കഴിഞ്ഞ് ക്രൈം ബ്രാഞ്ചിൽ, പിന്നെ അത് കഴിഞ്ഞ് CBIയുടെ 2ാമത്തെ സംഘം, അങ്ങനെ എല്ലാവരുടെ മുന്നിലും പിന്നെ കോടതിയിലും CJM കോർട്ടിലും ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ആദ്യം മുതൽ ഒരൊറ്റ തവണ പോലും
എൻ്റെ അസൗകര്യങ്ങളുടെ പേരിലോ എൻ്റെ വയ്യായികയുടെ പേരിലോ ഒന്നും ഒരു സമയം ഞാൻ മാറ്റി വെച്ചിട്ടില്ല. കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതൊന്നും പബ്ലിക്കിൽ വരുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ടാണ് ആരും അറിയാത്തത്, അത്രേ ഉള്ളൂ. ആരും ഇവിടെ ഇവര് സഹകരിക്കുന്നില്ല അന്വേഷണമായിട്ടെന്ന് പറഞ്ഞിട്ടില്ല. പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ സംസാരം നടക്കുമ്പോൾ പബ്ലിക്കായിട്ട് എന്തുകൊണ്ട് ഇവരൊരു കാര്യം പറയുന്നില്ല അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ചോദ്യം എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ. പക്ഷേ ഇവർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ പറയട്ടെ, ഇവർ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജിൽ ഇവരുടെ ഒരു ഹാലൂസിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇവർ ഒരു 2 ഫേസ് അനുഭവിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രെയിൻ ഇഞ്ചുറിയാണ് ഇവർക്ക് നടന്നതെന്ന് പറയുന്നുണ്ട്. ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞ് പുറത്ത് വരുന്ന ഒരാൾ, റിക്കവറായി വരുന്ന ഒരാൾ, ആ ആളിലേക്ക് പറഞ്ഞും കൊടുക്കാം ഇൻസിഡൻറ്റ് ഇങ്ങനെയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് സംഭവിച്ചതെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അത് അവർക്ക് തിരിച്ച് പറയാം. ഇല്ലെങ്കിൽ അവർക്ക് ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞ് വന്ന ഒരാൾക്ക് അവരുടെ മെമ്മറി റീകലക്ട് ചെയ്തിട്ട് പറയാം. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്കും വലിയ ഐഡിയ കാണില്ല. ഇപ്പോൾ ലക്ഷ്മിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് തിരിച്ച്, നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ നിങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കല്ലാതെ അതല്ലെങ്കിൽ വേറെ സംഭവങ്ങൾ നടന്നു സോബി ജോർജ് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ അങ്ങനെയും നടന്നുകൂടായികയില്ലല്ലോ. കംപ്ലീറ്റ്ലി അത് ഇഗ്നോർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നില്ല ഒരു ഉത്തരം ഉണ്ടാവും എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേ നടന്നിട്ടുള്ളൂ. ഓക്കെ, അവർ ഉറങ്ങാതിരുന്ന ടൈമിലോ അല്ലെങ്കിൽ അവർ കണ്ണടയ്ക്കാതിരുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് ഓർമ്മയുള്ള സമയത്തോ അത്രയും നടന്നിട്ടുള്ളൂ. പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട് അവർ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് അവർക്ക് മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് അവർ കണ്ണടച്ച് ആ ഒരു മൈൻഡിലായിരുന്നു അവിടെ ഇരുന്നിരുന്നേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മേജർ ആക്സിഡൻറ്റ്, അതിലൊരു ബ്രെയിൻ ഡാമേജ് വന്ന ഒരാൾ റിക്കവറി സ്റ്റേജിൽ വരുന്നു. ഞാൻ പോസിബിലിറ്റീസ് ആണ്, പറയാൻ പറ്റില്ല, മനസ്സിലായോ? പോസിബിലിറ്റിയാണ്. ആരെങ്കിലും പറഞ്ഞു കൊടുത്ത നറേഷൻ വേണമെങ്കിൽ അവർക്ക് പറയാം, ഇല്ലെങ്കിൽ അവർക്ക് റീകലക്ട് ചെയ്ത് പറയാം. എന്താണെങ്കിലും അവർ കൃത്യമായിട്ട് പോലീസിൻ്റെ അടുത്തും CBIൻ്റെ അടുത്തും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ധരിപ്പിച്ച കാര്യങ്ങളിൽ എവിടെയും ഈ സോബി ജോർജ് പറഞ്ഞ പോലത്തെ വണ്ടി നിർത്തിച്ച് ചില്ലടിച്ച് പൊട്ടിച്ച് ഈ പറഞ്ഞ ബാലഭാസ്കറിനെ പുറത്തിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇവരുടെ അറിവിൽ ഇവർ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല, നടന്നിട്ടില്ല എന്നുള്ള മൊഴി പോലീസിനും CBIക്കും കൊടുത്തതുകൊണ്ടാണ് അവരിപ്പോഴും സോബി ജോർജ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലാത്തത് എന്നുള്ളത് എനിക്ക് ഇന്നലെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായി. ഇപ്പോഴും ഞാൻ പറയുന്നത് വിശ്വസിക്കാനോ എല്ലാവരും ചേർന്ന് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് എനിക്കറിയാം. അതൊന്നും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, ചെറിയൊരു ശതമാനം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാക്കും, പറയാനുള്ളവർ ഇനിയും പറയും. പക്ഷേ എനിക്ക് കണ്ടത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ബാലുവെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ എനിക്ക് ഊഹാപോഹങ്ങൾ പറ്റില്ല. മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ട് പറയാൻ പറ്റില്ല, ഏറ്റു പറഞ്ഞ് നടക്കാൻ പറ്റില്ല. കാരണം ഇത് പലരുടെയും ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെയോ മകളുടെയോ മരണത്തിൻ്റെ ഒപ്പം കുറ്റം ചെയ്യാത്ത ആരുടെയെങ്കിലും കണ്ണീരും കൂടി ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. സത്യസന്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക, ഇല്ലെങ്കിൽ ആരും അതിൽ കുറ്റവാളികളാവാതിരിക്കുക. അത്രയാണ് എൻ്റെ ആഗ്രഹം. ഫെയർ ഇനഫ്. അവരുടെ ഹസ്ബൻഡിൻ്റെയും കുട്ടീൻ്റെയും മരണത്തോട് ചേർത്ത് വെച്ച് നിരപരാധിയായിട്ടുള്ള ആളുകളുടെ ആരുടെയെങ്കിലും പേരുകൾ വന്ന് അവർക്കൊരു നഷ്ടം സംഭവിക്കരുത് എന്നുള്ള ചിന്ത നല്ലതാണ്. പക്ഷെ ഇവർ കണ്ടതും കേട്ടതും എന്നുള്ളതിനപ്പുറം വേറെ കാര്യങ്ങൾ നടക്കില്ല എന്നില്ലല്ലോ. ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇവർ നറേറ്റ് ചെയ്ത സിറ്റുവേഷൻ, ആ എൻ്റർ ഇൻ്റർവ്യൂ കേട്ട ആളുകൾക്ക് മനസ്സിലാവും അവർക്ക് മോഷൻ സിക്നസ് ഉണ്ടെന്നും അവർ ഫ്രണ്ട് സീറ്റിലിരുന്ന് കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതും ഒക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്രെയിൻ ഡാമേജ് ആയ ഒരാൾക്ക് മെമ്മറി റീകലക്ട് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത മെമ്മറി വെച്ച് പറയുക എന്നുള്ളതും സംഭവിക്കാം. മനസ്സിലായോ? ഇവിടെ ഒരു ആവശ്യമില്ലാതെ ഒരാൾക്ക് വന്നിട്ട് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊക്കെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ ഞാൻ വരാം. എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണെങ്കിലും ഇവർ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വണ്ടിയിൽ ഇരുന്നിടത്തോളം ഇവർ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടില്ല. സോബി ജോർജ് പറഞ്ഞ ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് അവർ അത്രയും ഉറപ്പിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ നറേറ്റ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് അവിടെ സംഭവിച്ചതെന്നുള്ളത്. അത് ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ യാത്രയായിരുന്നു. മകളുടെ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു. ഞാനൊരു അസുഖാവസ്ഥയിലുമായിരുന്നു. എനിക്ക് ജോണ്ടിസിൻ്റെ പ്രശ്നം വന്നുകൊണ്ട്, അത് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിങ്ങനെ വിട്ട് ബാക്ക് ടു ബാക്ക് ജോണ്ടിസിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൽ നിന്ന് തിരിച്ച് റിക്കവർ ആവുക, വീണ്ടും
എഫക്റ്റഡ് ആവുക, വീണ്ടും റിക്കവർ ആവുക, അങ്ങനെ ഒരു സ്റ്റേജിലൂടെ ഒക്കെ പോകുന്നൊരു വളരെ ടയറിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ തൃശ്ശൂരിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലുള്ള നിങ്ങളുടെ നേർച്ചയുണ്ടായിരുന്നു മോളുടെ. ചിലപ്പോൾ അത് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്നാലും നേർച്ച എന്നുള്ളൊരു ആവശ്യത്തിൻ്റെ പേരിൽ പോയി. ബാലു നാട്ടിലുണ്ടപ്പോൾ ബാലു പറഞ്ഞു കുഴപ്പമില്ല മോളെ, ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറപ്പെടുകയായിരുന്നു. പുറപ്പെട്ടു, നേർച്ച കഴിഞ്ഞു. രാത്രിയിൽ ഞങ്ങളൊരു അവിടുന്ന് അധികം വൈകാത്തത് കാരണം തിരിച്ചതാണ്, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ അധികം വൈകിയില്ല, ഒത്തിരി വൈകാത്തത് കാരണം ബാലിനെ തിരിച്ച് തിരുവനന്തപുരം എത്തി. കുറച്ച് ജോലികൾ അദ്ദേഹത്തിൻ്റെ റുട്ടീൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തിരിച്ചതാണ്. തിരിച്ചതിന് ശേഷം എനിക്ക് ട്രാവൽ സിക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ. കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ മോൾ എൻ്റെ മടിയിലുണ്ടായിരുന്നു. കണ്ണടച്ചിരിക്കും, മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക. അന്നും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ദൂരം വന്നിട്ടുണ്ട്. അതിനുശേഷം കാറ് നിർത്തിയിരുന്നു. അപ്പോൾ എന്തായാലും അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി, ഡ്രൈവർ പുറത്തിറങ്ങി, ബാലു ബാക്കിൽ സീറ്റിലുണ്ട്. ഡ്രൈവ് ചെയ്തിരുന്നത് ആളുടെ പേര് അർജുൻ. ആ കടയിൽ നിന്ന് ഡ്രിങ്ക്സൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന് ബാലുവിന് കൊടുക്കുമ്പോൾ ബാലു എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ എത്താറായോ എന്ന് ചോദിച്ചു. ബാലു പറഞ്ഞു അധികം വൈകില്ല, നമ്മൾ എത്താറായി. അപ്പോൾ ഒന്നും വേണ്ടല്ലോ അല്ലേ? ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞതിന് ശേഷം ഡ്രൈവർ അർജുൻ തിരിച്ച് കാറിലേക്ക് കയറി, ഡോർ അടച്ചു. ഞാൻ കണ്ണടച്ചിരുന്നു. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു. ബാലു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയായിരുന്നു. പിന്നും കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷൻ എനിക്ക് അത്ര വ്യക്തമല്ല. പക്ഷെ അകത്ത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുൻ ആകെ പകച്ച് കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിലില്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു. അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ്. ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒച്ച പുറത്ത് വന്നോന്ന് എനിക്കറിയില്ല. ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അവിടെ എൻ്റെ ബോധം പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ എത്ര ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ് കണ്ണുറക്കുന്നത്. ഇതാണ് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ. ഒന്നില്ലെങ്കിൽ ഇവർക്കൊന്നും അറിയില്ല. ഇവർക്കൊന്നും അറിയില്ല. ഇവരാരും ഒന്നും അറിയാതെ ആ വണ്ടിയെ ചേസ് ചെയ്ത് വേറൊരു വണ്ടി വരുന്നത് വണ്ടി ഓടിച്ച അർജുന് മാത്രമായിരിക്കും അറിയുന്നത്. ആ ചേസിനെ തുടർന്ന് വണ്ടി ഓടിച്ച് പോകുന്ന സ്പീഡിൽ എക്സ്ട്രാ സ്പീഡ് എടുത്ത സമയത്ത് മരത്ത് പോയി കയറിയതാവാം. അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെയോ അറിയാം. ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇനിയിപ്പോൾ ഇതൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. മകളില്ല, ഹസ്ബൻഡില്ല. പിന്നെയും കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും വേറെ കുറേ റൂട്ടിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവും. അതിൻ്റെ ആവശ്യമില്ല. സോ ബെറ്റർ ഇതിങ്ങനത്തെ ഈ നോട്ടിൽ തന്നെയാണ് പറഞ്ഞു പോട്ടെ എന്നുള്ളത് കൊണ്ടുമായിരിക്കും. നമുക്ക് എങ്ങനെ വേണേൽ ചിന്തിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു സിമ്പത്തി അല്ലെങ്കിൽ ഒരു സഹതാപം, അതിൻ്റെ ഫേസിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറി. ബിക്കോസ് ഇവർക്ക് എങ്ങനെയാണോ ഇവരുടെ ലൈഫിലെ സിറ്റുവേഷനിലെ അത്ര തന്നെ മോശമാണ് അവിടെ ഒരു അച്ഛനും അമ്മയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, കാണുന്ന വ്യൂവേഴ്സ്. ഓക്കെ, അവിടെ ഒരു അച്ഛനുണ്ട്, അവിടെ ഒരു അമ്മയുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ മകനെയാണ്. ഓക്കെ, അവർക്കും സെയിം ഫേസ് ആണുള്ളത്. അവർക്ക് മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ അവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇവർ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് ഇതിൽ. ബാലഭാസ്കറിൻ്റെ ഈ ജിം അല്ലെങ്കിൽ എന്താ പറയുക, ബോഡി റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ഫ്രീക്കാണ്. പെട്ടെന്ന് ജിമ്മിലെത്തണം, അല്ലെങ്കിൽ രാവിലെ ഓടി എത്തി കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാം, അതൊരു റുട്ടീനാണ്, അത് തെറ്റിക്കാൻ അങ്ങനെയുള്ളവരുണ്ട്. ടു ബി ഹോണസ്റ്റ് അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജിമ്മിൽ ഇപ്പോൾ കുറച്ച് വിട്ടേക്കാണ്. ജിമ്മിൽ പോകുന്ന സമയത്തൊക്കെ സ്നേഹനോടും ഫ്രണ്ട്സിനോടും ചോദിച്ചറിയാം. ഈവനിങ് ടൈമിലൊക്കെ ഞാൻ എങ്ങനെ എവിടെ പോയാലും ഞാൻ ഓടിപ്പിടിച്ചെത്തും. കാരണം എനിക്ക് ആ ടൈമിൽ എനിക്ക് കയറണം ജിമ്മിൽ. ലൈക്ക് അത് നമുക്കൊരു സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. അതിനെക്കുറിച്ച് ബാലു പറയുന്നുമുണ്ട്. ബാലഭാസ്കർ ഒരു ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. ഒന്നുമില്ല, ഞാൻ എന്താണ് കോൺഷ്യസ് ആണ്, അല്ലേ? ഭയങ്കര കോൺഷ്യസ് ആണ്. ഹെൽത്ത് കോൺഷ്യസ് ആണ് ഞാൻ. ഓക്കെ, ഭയങ്കര കോൺഷ്യസ് ആണ്. എനിക്ക് വർക്കൗട്ട് വേണം. വർക്കൗട്ടിന്റെ ഒക്കെ ഫ്രീക്കാണ്. ഇത്രയും നല്ലൊരു കുക്ക് ഉണ്ടായിട്ടും ആ ഭക്ഷണം കഴിച്ചു കൊണ്ട് തന്നെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡയറ്റ്. ഓക്കെ, ഇതൊരു പഴയ ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻ പെട്ടെന്ന് ഈ ഒരു ഇവരുടെ ഇൻ്റർവ്യൂവിൽ വരെ ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് കണക്റ്റ് ആയപ്പോൾ ഞാൻ ആ പഴയ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പോർഷൻ എടുത്ത് വെച്ചു എന്നുള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ബട്ട് സ്റ്റിൽ ഇതിനിടയിൽ ഈ പൂന്തോട്ടത്തിൽ നിന്ന് നിരന്തരമായിട്ട് കോള് വരുന്നുണ്ടായിരുന്നു എന്നും
അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, മനസ്സിലായോ? ഓഹോ, കംപ്ലീറ്റ്ലി ഇത് ഒന്നുമല്ല, ഒരാവശ്യമില്ലാതെ നാളെ രാവിലെ അവിടെ എത്തണം, അതിൻ്റെ ഒരു ഇതിലാണ് ഇറങ്ങി പോകുന്നു എന്ന് പറയുമ്പോഴും ചോദ്യങ്ങളായിട്ട് പല ചോദ്യങ്ങളും. അർജുന് കോൾ വന്നില്ലേ, ബാലഭാസ്കറിന് കോൾ വന്നില്ലേ, ആര് വിളിച്ചു, എന്തിനാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ചോദ്യങ്ങൾ വരും ചെയ്യും. ഓക്കെ, അടുത്ത കേൾക്കാം. ബാലുവിന് രാവിലെ ജിമ്മിൽ വർക്കൗട്ട്, അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ്, അദ്ദേഹത്തിന് വർക്ക്, സ്റ്റുഡിയോ വർക്ക്, അപ്പോൾ അതൊക്കെ അടുത്ത ദിവസത്തേക്ക് മാറ്റുമ്പോൾ വീണ്ടും ഡിലേഡ് ആവും എന്നുള്ളത് കൊണ്ടും അങ്ങനെയാണ്. അപ്പോൾ പറയും അത് ആ പതിവ് പല്ലവിയല്ല, ബാലഭാസ്കർ എന്ന വ്യക്തി അറിയുന്ന എല്ലാവർക്കും അറിയുന്ന പല്ലവി തന്നെയാണ്. അദ്ദേഹം ഒരു റുട്ടീൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലാണ് അദ്ദേഹം പോകുന്നത്. ഓക്കെ, ഇതാണ് ആ സംഗതി. ഫൈൻ. ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചിലർ അങ്ങനെയാണ്, അതുകൊണ്ട് ആ റൂട്ടീനിൽ പോയി എന്നുള്ളത് വേണമെങ്കിൽ വിചാരിക്കുന്നവർ അങ്ങനെ എടുത്തോ. ഇല്ല, അത്യാവശ്യമായിട്ട് ഇറങ്ങാനുള്ള റീസൺ ഒന്നില്ലെങ്കിൽ അർജുൻ വണ്ടി ഓടിക്കാന്ന് പറയുന്നുണ്ടാവും, പക്ഷെ ഒരു റീസൺ കാണുമല്ലോ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ. അതൊരു ബാലഭാസ്കർ റിലേറ്റഡ് ആയിട്ടുള്ള റീസൺ തന്നെയാണ്. കാരണം ബാലഭാസ്കർ ആണ് ആ വണ്ടി അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം എന്ന് പറഞ്ഞാലേ ആ വണ്ടി പോകും. അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെ വൈഫ് പറയണം ഇവരെ അങ്ങോട്ട് പുഷ് ചെയ്യണം, എനിക്ക് അവിടെ എത്തണം എന്നുള്ളത്. ഡ്രൈവറിൻ്റെ ഒരു കാരണം കൊണ്ട് ആ വണ്ടി എടുത്ത് എന്തായാലും അവിടുന്ന് പോവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പൂന്തോട്ടം റിലേറ്റഡ് ആയിട്ടുള്ള ലേഡിയുടെ കണ്ടിന്യൂസ് കോൾസ് എന്തിനാണ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ ഇവർ അമ്പലത്തിലിരിക്കുമ്പോൾ ഈ അർജുൻ വണ്ടി കൊണ്ട് എന്തിനാണ് അത് വഴി ചുറ്റിപ്പോയേ, ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ പോയത് എന്തിന്, ഇങ്ങനെ കുറേ സാധനങ്ങൾ നിർബന്ധമായിട്ടും CBI അന്വേഷിച്ചിരിക്കണമല്ലോ. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ടാണോ ഈ ട്രാവൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫിക്സ് ആയേ, അതോ അന്ന് പോകാനുള്ള ഫംഗ്ഷൻ അവിടെ അന്ന് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നോ, അതോ ഈ ജിമ്മ് റൂട്ടീൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാലഭാസ്കർ വണ്ടി എടുത്തതാണോ? ഇതിലൊക്കെ കൃത്യമായ അന്വേഷണം എന്താണെങ്കിലും CBI റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും. മറ്റുള്ളവർക്ക് എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ അർജുൻ മൊഴി മാറ്റിയതാണ്, വ്യക്തമായിട്ടും മാറ്റിയിട്ടുള്ളതാണ്. അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന സമയത്തോ അവിടുത്തെ ഡോക്ടേഴ്സിനോടോ മറ്റ് ബാലുവിൻ്റെ സുഹൃത്തുക്കൾ വിസിറ്റ് ചെയ്തപ്പോൾ അവരോടോ ഒന്നും അങ്ങനെയല്ല പറഞ്ഞത്. അയാൾ തന്നെ അയാൾക്ക് പറ്റിപ്പോയി, ഉറങ്ങിപ്പോയി, കയ്യിൽ നിന്ന് വണ്ടി പോയി എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത്. ഇതൊന്നും അറിയാതെയാണ് എൻ്റെ ആദ്യത്തെ മൊഴി. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അർജുൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്, ബാലു പുറകിലായിരുന്നു. ബാലു എന്നോട് അവസാനം സംസാരിച്ചത് എൻ്റെ സീറ്റിൻ്റെ പുറകിലിരുന്നിട്ടാണ്. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബാലു എന്നോടുള്ള സംസാരം നിർത്തുന്നത്. പിന്നെ അതിനുള്ളിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷൻ വരില്ല. കാരണം എൻ്റെ ബോധം മറയുമ്പോഴുള്ള അവസാനത്തെ ഓർമ്മ അർജുൻ്റെ മുഖം തന്നെയാണ്. അർജുൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അർജുനാണ്. യാതൊരു കൺട്രോളും ഇല്ലാത്ത പോലെ, വണ്ടിയിൽ ഒരു കൺട്രോൾ ഇല്ലാത്തൊരു പകച്ചുള്ള ഒരു ഇരിക്കലായിരുന്നു. അയാളുടെ കയ്യിൽ വണ്ടി വളരെ ഓവർ സ്പീഡിൽ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ കണ്ണടച്ചിരുന്നത് കൊണ്ട് വണ്ടിയുടെ സ്പീഡ് എനിക്ക് മെഷർ ചെയ്യുമില്ല. ഗ്ലാസ് കയറ്റിയിട്ട് നമ്മൾ ഓടി വരികയാണല്ലോ, എത്ര സ്പീഡിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം സ്പീഡിൽ ഹൈവേയിൽ വരുന്ന വണ്ടിയാണല്ലോ. ലക്ഷ്മി സീറ്റ് ബെൽറ്റ് ഇട്ട് കുട്ടിയുമായിട്ട് ഇരിക്കുകയായിരുന്നു. ഈ അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്നുള്ള കാര്യത്തിൽ അതെനിക്കറിയില്ല. അയാൾ അങ്ങനെ ഇടാത്തതിൻ്റെ പേരിൽ മുമ്പ് ബാലിൻ്റെ നിന്ന് വഴക്ക് കിട്ടിയിട്ടുള്ള ആളാണ്. ഓക്കെ, അർജുനും സീറ്റ് ബെൽറ്റും അർജുനും ഓവർ സ്പീഡും പിന്നെ ഈ അർജുൻ റിലേറ്റഡ് ആയിട്ട് അർജുൻ എങ്ങനെ ഒരു ഫാമിലി വന്നു എന്നുള്ളതും അർജുൻ മൊഴി മാറ്റി പറഞ്ഞതും ഇതൊക്കെ കുറച്ച് വൈറ്റൽ സാധനങ്ങളാണ്. ഓക്കെ, ഇതിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ ഈ ബാലഭാസ്കറിൻ്റെ വൈഫിൻ്റെ ഈ ഒരു പോർഷൻസിൽ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് വയ്ക്കാം. അതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇന്നോവ അന്ന് ഇടിച്ച സമയത്തുള്ള കുറച്ച് വിഷ്വൽസിൽ എയർ ബാഗ് പുറത്ത് വന്നിരുന്നു ഇന്നോവയിൽ, ഡ്രൈവർ സീറ്റിൽ. അതെങ്ങനെ വരും ഒരു ചോദ്യമാണ് എൻ്റെ. കാരണം ഡ്രൈവർ ഈ പറഞ്ഞ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എയർ ബാഗ് വരില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടാലേ എയർ ബാഗ് പുറത്ത് വരും. ടൊയോട്ടയ്ക്ക് ഇനി അങ്ങനത്തെ എന്തെങ്കിലും പ്രത്യേക പരിപാടി ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഇനി CBI അത് അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് പിടുത്തല്ല. ഉണ്ടെങ്കിൽ എന്താണെങ്കിലും റിപ്പോർട്ടിൽ കാണും. എന്താണെങ്കിലും വിഷ്വൽസിൽ വെരി ക്ലിയർ ആണ്. ആ വിഷ്വൽസൊക്കെ ഞാൻ ഇനി വെക്കാം. അതിൽ ടൊയോട്ട ഇന്നോവയിൽ ഡ്രൈവർ സൈഡിൽ എയർ ബാഗ് വന്നിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡ്രൈവറായിട്ട് നമുക്ക് ജോലി നോക്കുന്ന ഒരാളോട് കുറേ പ്രാവശ്യം അയാൾ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് നമ്മൾ ചീത്ത പറഞ്ഞാൽ പിന്നെ അയാൾ ഏത് നേരത്താണെങ്കിലും അയാൾ സീറ്റ് ബെൽറ്റ് ഇട്ടേ ഓടിക്കും, അങ്ങനെ ചീത്ത കേൾക്കുന്നുള്ള കാര്യം. അപ്പോൾ ഒരു വട്ടം ഓൺ ചെയ്തു, 2 വട്ടം വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇടാതിരിക്കും, അല്ലെങ്കിൽ പിന്നെ മാമ മച്ച ബന്ധായിരിക്കണം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വിത്ത് ഫാമിലി ഓൾറെഡി വാർണിംഗ് കിട്ടിയ ഒരാൾ ആ ഒരു കാരണം കൊണ്ട് അയാൾ കൂടുതലായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക ചെയ്യുക. സീറ്റ് ബെൽറ്റ് പ്ലസ് ഈ ഒരു നമ്മളൊക്കെ പറഞ്ഞു കേട്ടതും കാര്യങ്ങളിലൊക്കെ നമുക്ക് വന്നൊരു സംശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ വണ്ടി ഓടിച്ച സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടാതെ പോയി കുത്തിയത് കൊണ്ട് ഈ പറഞ്ഞ ആൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ, സാരമായ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു
എന്നുള്ളൊരു വേർഷൻ, അതായത് മനഃപൂർവ്വമായിട്ട് കുത്തിച്ചൊരു രീതിയിലാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ എടുത്തു വെച്ച വിഷ്വൽസിനകത്ത് ദെയർ ഈസ് എയർ ബാഗ് ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടാതെ എൻ്റെ അറിവിൽ എയർ ബാഗ് ബ്ലാസ്റ്റ് ആവില്ല. ഇനി എന്തെങ്കിലും പ്രത്യേക സംവിധാനം ആ ഒരു പെർട്ടിക്കുലർ ഇന്നോവയിൽ സംഭവിച്ചോ എന്നുള്ളത് എനിക്ക് അറിയാനും പാടില്ല. എന്താണെങ്കിലും അതിൻ്റെ അന്വേഷണ കാര്യങ്ങളൊക്കെ CBI നടത്തിയിട്ടുണ്ട്. അതിന് അതിൻ്റെ റിപ്പോർട്ടോ കാര്യങ്ങളോ പുറത്തു വരട്ടെ. അപ്പോൾ അതിനെക്കുറിച്ചും സംസാരിക്കാനുണ്ട്. ഓക്കെ, ഈ അർജുൻ്റെ വണ്ടി ഓടിക്കലിനെ കുറിച്ചിട്ടും അർജുൻ വണ്ടി കുത്തിച്ചപ്പോൾ കുത്തിക്കിടന്നതിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കാനുണ്ട്. അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ അയാളൊരു എനിക്ക് തോന്നുന്നൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയം മുതലാണ് ആ ഫാമിലിയിൽ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്ന ഫാമിലിയുടെ ബന്ധുക്കളാണ്. ആ രീതിയിലാണ് പരിചയമുള്ളത്. അതിനുശേഷം ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു ക്ലോസ് അടുപ്പമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അതായത് ഈ ചെർപ്പളശ്ശേരിയുള്ള പൂന്തോട്ട, അതെ, അവരുടെ ബന്ധുക്കൾ എന്ന രീതിയിലുള്ള പരിചയമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ മുതൽ പരിചയമുള്ള ആളാണ് ഇയാൾ. ഞങ്ങൾ ഒരിക്കൽ പൂന്തോട്ടത്തിലേക്ക് പോയപ്പോൾ ഇയാൾ അവിടെ ഉണ്ട്. ഇയാൾ ഒരു കേസിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു, പൂന്തോട്ടത്തിലുണ്ടായിരുന്നു. ബാലുവായിട്ട് കുറേയധികം സംസാരിച്ചു. അപ്പോൾ അയാളുടെ വേർഷൻ ഓഫ് അയാളുടെ കഥ കേട്ടിട്ട് ബാലുവിന് വളരെയധികം വിഷമമുണ്ടായി. അതായത് ഒരു കുറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല, ഒരു അറിയാതെ ഒരു സംഘത്തിൽ പെട്ടുപോയതാണ്, അല്ലാതെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലേക്ക് ചെയ്തതല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. അയാൾക്ക് അതിന് ശേഷം ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ, അങ്ങനെ ഒരു കേസിൽ പെട്ടത് കാരണം ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ബാലുവിനോട് സംസാരിക്കും. ബാലു ഒക്കെ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ബാലുവിന് അതുകൊണ്ട് ഇയാൾ പറഞ്ഞത് ഇയാൾക്ക് തുടർന്ന് പഠിക്കാനോ ഒന്നും അല്ല താല്പര്യം, എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കുക, വീട്ടിൽ ബുദ്ധിമുട്ടിക്കാൻ വയ്യ, വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ആകെ പറ്റുന്നത് ഡ്രൈവിംഗ് ആണ്. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊരു ഡ്രൈവറുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് സിറ്റിയിലെ ഓട്ടം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ഓട്ടം, അത് ചെറിയ ദൂരത്തിലേക്കേ ഉള്ളൂ. ബാലു തന്നെയാണ് ഓടിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം സംബന്ധിച്ചുള്ള ലോങ് ഓട്ടങ്ങളാണെങ്കിലും ചിലപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ ട്രാവലർ പോലുള്ള വണ്ടി ഉണ്ടാവും. അല്ലാതെ തന്നെ ഇവരുടെ കൂടെ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ബാലു വിചാരിച്ചിരുന്നത് ഒരു ഡ്രൈവർ ഓൺ കോൾ പോലെ കുറേ പരിചയക്കാരോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഡ്രൈവർ അവൈലബിൾ ആണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാൻ, അങ്ങനെയൊക്കെ ഒരു ജോലിയുടെ ഒരു പോസിബിലിറ്റിയും കൊണ്ടാണ് അയാൾ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അവിടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു, ചെറിയ ചില ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഓട്ടത്തിന് അയാൾ തൃശ്ശൂരിലേക്ക് വരുന്നതും ബാലു ഇയാളെ കൊണ്ടുവരുന്നതും ഇങ്ങനൊരു അപകടത്തിൽ പെടുന്നതും. പക്ഷേ ആദ്യം 4-5 ദിവസത്തോളം എല്ലാവരോടും സത്യം പറയുകയും അംഗീകരിക്കുകയും കരഞ്ഞ് അതിൽ കുറ്റബോധം കാണിക്കുകയും ചെയ്ത ആൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മൊഴി മാറ്റി പറഞ്ഞിട്ടാണ് പോയത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, ആരെങ്കിലും പറയാൻ ബാലു മരിച്ചുപോയി, അദ്ദേഹം ഇനിയൊന്നും പറയില്ല, എൻ്റെ കാര്യം ഒരു ഉറപ്പുമില്ല, എനിക്ക് ബോധം വന്നിട്ടില്ല, അപ്പോൾ പിന്നെ തലയിലേക്ക് ആക്കണ്ട എന്നുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാവാം, അറിയില്ല. എന്തായാലും അദ്ദേഹം മൊഴി മാറ്റി പറഞ്ഞിട്ടങ്ങ് പോയി. അർജുൻ എങ്ങനെ ബാലഭാസ്കറിന്റെ കുടുംബത്തിലേക്ക് വന്നു? നമുക്ക് ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞപ്പോൾ മനസ്സിലായി. വന്ന അർജുൻ തിരുവനന്തപുരത്ത് നിന്നപ്പോൾ അർജുൻ ആര് സഹായിച്ചു? അർജുൻ ഈ ഡ്രൈവർ ഓൺ കോൾ ജോലി അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നു? ഈ വീഡിയോ ഒക്കെ ലക്ഷ്മിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള മാറ്റേഴ്സാണ്, അതിലേക്ക് വരാം. വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ മൊഴി മാറ്റിയത്? എല്ലാവരും പോയി, അർജുൻ മാത്രം രക്ഷപ്പെട്ടു എന്നുള്ള ധാരണയിൽ അർജുൻ മൊഴി മാറ്റി പറഞ്ഞതാണോ? അതുവരെ എല്ലാവരോടും അവിടെ കൂട്ടക്കാരോടും കുടുംബക്കാരോടും അർജുനാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞ അർജുൻ പോലീസ് വന്ന സമയത്ത് മാത്രം മൊഴി മാറ്റി പറയാനുള്ള കാരണം എന്ത് എന്നുള്ള ചോദ്യങ്ങളിലാണ് KSRTC ഡ്രൈവറുടെ കടന്നുവരവ്. ഇതൊരു ഫ്രെയിം ചെയ്ത കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ആ ഫ്രെയിമിങ്ങിൽ അർജുന് പങ്കുണ്ടെങ്കിൽ, അർജുൻ എന്താണെന്നുണ്ടെങ്കിലും അർജുനല്ല. കാരണം അർജുൻ്റെ കണക്കിന് ബാലഭാസ്കറും വൈഫും കുട്ടിയും മരിക്കും, അതാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുന് ഈസി ആയിട്ട് പറയാം ഞാനല്ല വണ്ടി ഓടിച്ച ബാലഭാസ്കർ ആയിരുന്നു. കാരണം ഓടിക്കൂടിയ ആളുകൾക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ചിലർ പറയുന്നു അർജുനാണ്, ചിലർ പറയുന്നു ബാലഭാസ്കർ ആണെന്നുള്ളത്. പിന്നെ ഓടിക്കൂടിയ ആളുകളിൽ അവിടുത്തെ നാട്ടുകാർ എത്തുന്നതിന് മുന്നേ വേറെ കുറേ ആളുകൾ എത്തിയിരുന്നു, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിൻ്റാണ്. പിന്നെ അവിടെയാണ് KSRTC ഡ്രൈവറിൻ്റെ കടന്നു വരും. KSRTC ഡ്രൈവർ പറയുന്നു ഞാൻ ഡിപ്പോയിൽ നിന്ന് വണ്ടി എടുത്ത സമയത്തിലൊക്കെ വ്യത്യാസമുണ്ട്, അത് പൊളിയും ചെയ്തു. ഐ വിറ്റ്നസ് ആയിരുന്നു KSRTC ഡ്രൈവർ. പെട്ടെന്നൊരു നിമിഷം ഐ വിറ്റ്നസ് ആയ KSRTC ഡ്രൈവർ ബൂം വൈൽഡ് ഫയർ ആയിപ്പോയി. പിന്നെ അയാളെ കാണാനില്ല. പിന്നെ അയാൾ UAE എങ്ങാണ്ട് കോൺസുലേറ്റ് ഡ്രൈവറായിട്ടൊക്കെ ആയിട്ട് പോയി വർക്ക് ചെയ്തു. അത് ഐ വിറ്റ്നസ് ഒറ്റയടിക്ക് പോയി ഈ കേസിൽ നിന്ന്. ഐ വിറ്റ്നസിനെ മാറ്റി, കള്ളാണ് അയാൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് മാറ്റി അയാൾ.
ഇപ്പം ഐ വിറ്റ്നസ് ആയി വന്ന KSRTC ഡ്രൈവറിന് ഇതിൽ എന്ത് പങ്ക്? അയാൾ എന്തുകൊണ്ട് നുണ പറഞ്ഞു വന്നു? എന്തിനയാൾ നുണ പറഞ്ഞു വന്നു? ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചതെന്നുള്ളത് കണ്ടിട്ട്. അത് കണ്ടു എന്നാണ് അയാൾ പറഞ്ഞത്. അർജുൻ കൊടുത്ത മൊഴി ബാലഭാസ്കർ വണ്ടി ഓടിച്ചു, KSRTC ഡ്രൈവർ പറഞ്ഞ മൊഴി ബാലഭാസ്കർ വണ്ടി ഓടിച്ചു. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായ ഫ്രെയിമിങ് നടന്നിട്ട് ആ ഫ്രെയിമിങ് പൊട്ടിപ്പോയതാണ്. കാരണം ഈ വൈഫ് ജീവനോടുകൂടി വന്നു, അവർക്ക് ഓർമ്മ വന്ന സമയത്ത് അവർ പറഞ്ഞു അർജുനാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞു, അവിടെ പൊട്ടിപ്പോയി. അപ്പം ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ? ആരാണ് ഈ KSRTC ഡ്രൈവറിനെ കൊണ്ട് അങ്ങനെ ഒരു മൊഴി കൊടുപ്പിച്ചതും ആ മൊഴി പൊട്ടിയ സമയത്ത് KSRTC ഡ്രൈവർ ഇവിടുന്ന് തൂക്കിയിട്ട് ഗൾഫിലേക്ക് പ്ലാൻ ചെയ്തത്? ചുമ്മാ ഒരാൾ വിചാരിച്ച് നടക്കില്ലല്ലോ, ചുമ്മാ ലൈക്ക് വെറുതെ ഒരു സാധാരണക്കാരൻ വിചാരിച്ച് നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ അത് ആര് ചെയ്തു എന്നുള്ളതല്ലേ CBI ഇവിടെ അന്വേഷിക്കണ്ടേ? ഇതിനൊക്കെ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം, ഇതൊന്ന് കഴിയട്ടെ. ഒന്ന് ഫോൺ ഒന്നും ആവശ്യപ്പെടുന്നത് ഞാനല്ല. ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, 1-2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു. അപ്പം അമ്മ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ട് തരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് തരാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത്. ആ ഫോൺ അതൊരു മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട്. കാരണം ബാലുവിൻ്റെ അപകട വാർത്തയായാലും എല്ലാവരും അറിഞ്ഞതാണ്. ആ ഫോൺ വെച്ചിട്ട് അയാൾക്ക് വേറെ വ്യക്തിപരമായി മറ്റൊന്നും ചെയ്യാനില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാൾ എനിക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് അതിൽ സംശയിച്ചൊന്നുമില്ല. കൊണ്ടുതരും എന്ന് പറഞ്ഞല്ലോ, പേഴ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു, ഫോൺ കൊണ്ടുവരും, ഓക്കെ, ആ ഒരു ഇതിലിരിക്കാം. പിന്നെ അതിനുള്ളിലാണ് ഈ കേസൊക്കെ വരുന്നതും പ്രശ്നങ്ങളാകുന്നതും ഇവരൊക്കെ മറ്റൊരു റേഞ്ചിലേക്ക് മാറുന്നത്. അവർ ഏത് റേഞ്ചിലായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഈ ലേഡിക്ക് അറിയില്ല. ഇത്ര ഈസി ആയിട്ട് ഇപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ആയിട്ട് ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്നേഹ എൻ്റെ ഫോണ് എൻ്റെ ഫ്രണ്ടായ ജിത്തുബായിൻ്റെ കയ്യിൽ കുറച്ച് ദിവസം വെക്കാൻ വേണ്ടി കൊടുക്കും. അത്രയും ക്ലോസ് ഫ്രണ്ട് ജിത്തുബായി വിചാരിച്ചിട്ട് സ്നേഹ കൊടുക്കും. സ്നേഹ ഒരിക്കലും കൊടുക്കില്ല, ഇപ്പം കിട്ടണ ഫോണെന്ന് പറയും. പിന്നെ അങ്ങനെ ഫോൺ കൊണ്ടുപോയാൽ അതൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഞാനും ജിത്തുബായും തമ്മിൽ സ്നേഹം അറിയാത്ത എന്തെങ്കിലും ഡീൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡീലിൻ്റെ എല്ലാ കാര്യങ്ങളും റൈസ് ചെയ്ത് കളഞ്ഞൂടെ? സോ അത് ഇത്ര ഈസി ആയിട്ട് ഇവർ ഈ പോർഷൻ വളരെ ഈസി ആയിട്ട് ഭയങ്കര ഇഗ്നോർ ചെയ്തിട്ട് പറഞ്ഞു പോയ പോലെ എനിക്ക് പേഴ്സണലി ഫീലായി ഈ ഫോണിൻ്റെ കേസ്. ഞാനെല്ലാം ഇമാജിൻ ചെയ്ത് നോക്കി, മനസ്സിൽ ഞാൻ പിക്ചറൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കാർ ഇങ്ങനെ വരുന്നു, കുറേ പേര് വന്ന് അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുമല്ലോ, ഉറങ്ങുന്ന ബാലു അറിയുമല്ലോ. ബാലു ട്രിവാൻഡ്രം എത്തി ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപകടത്തിന് ശേഷം ഞാൻ അബോധത്തിലായിരുന്നെങ്കിലും ബാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാലു ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ബാലു പറയില്ലേ? ഇനി എൻ്റെ ബോധം പോയതുകൊണ്ടാണെങ്കിൽ ബാലു പറയേണ്ടതാണ്. ബാലു എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിയാം. ഡോക്ടേഴ്സിനോടായാലും വളരെ കൃത്യമായി ബാലു പറഞ്ഞിട്ടുണ്ട്. അപ്പു എന്ന് പറയുന്നത് അർജുൻ്റെ വീട്ടിലെ പേരാണ്. അപ്പു ഡ്രൈവ് ചെയ്യുമായിരുന്നു, അവൻ ഉറങ്ങിയതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ബാലു പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയും, എൻ്റെ ഓർമ്മയിലും ഉണ്ടാവും. കാരണം ഇത്രയും മാരകമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളങ്ങനെ മറന്നുപോകുക അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വരില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും വിശ്വാസം. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ യാത്രയെപ്പറ്റി ലക്ഷ്മി പറഞ്ഞതനുസരിച്ച് ആണെങ്കിൽ പിന്നീട് ഈ കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയിൽ വന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, അതൊരു ഭാവനയാണ് എന്നാണ് ചില ആൾക്കാർ വന്ന് ആക്രമിക്കുന്നത്. ഞങ്ങളുടെ കാറിൽ അങ്ങനെ ഒരു സംഭവം യാതൊരു രീതിയിലും നടന്നിട്ടില്ല. ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ വണ്ടി ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഞാൻ ബോധത്തിൽ തന്നെയുണ്ട്. ഇടിക്കുന്നതിന് മുമ്പുള്ള വിഷ്വൽസ് എൻ്റെ മനസ്സിലുണ്ട്. അർജുൻ പകച്ചിരിക്കുന്നതും വണ്ടി കൺട്രോൾ വിട്ട് എങ്ങോട്ടോ പോകുന്നതും ആ വിഷ്വൽസ് എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ ആരാണെന്നും എനിക്കറിയാം, ബാലു പുറകിൽ ഉറങ്ങുന്നതും എനിക്കറിയാം. പിന്നെ എവിടെയാണ് ഈ മിസ്സിംഗ് ലിങ്ക്സ് ഒക്കെ എവിടെയാണ് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മിസ്സിംഗ് ലിങ്ക്സ് വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആക്ച്വലി. കാരണം ഇവർ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നു, അതിനുശേഷം വണ്ടി എടുക്കുന്നു, വണ്ടി എടുത്തതിന് ശേഷം വണ്ടി കുത്തുന്നു. ഇപ്പോൾ മോഷൻ സിക്നസ് ഉള്ള ഒരു വ്യക്തി വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അതിനുശേഷം
കണ്ണടച്ച് കിടക്കുന്നു, പെട്ടെന്നൊരു ഓഫ് റോഡിൻ്റെ ഫീല് വരുന്നു എന്നുള്ളതൊക്കെ. കണ്ണടച്ചിരുന്ന ഒരു ഉറക്കത്തിൻ്റെ ഇതിലാണ് ഓഫ് റോഡിൻ്റെ ഫീല് വരുന്നതെന്നാണ് അവർ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നത് അവർക്ക് ആ ഇമേജ് എല്ലാവരുടെ കണ്ണിലുണ്ട്, വണ്ടി ഓടിച്ച അർജുൻ പകച്ച് നിൽക്കുന്നു എന്നൊക്കെ. എനിക്കെന്തോ ഇത് ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. സോബി ജോർജ് കണ്ടതും അല്ലെങ്കിൽ സോബി ജോർജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടാണ് ഇവർ വളരെ ഈസി ആയിട്ട് ഈ ഒരു സംഗതി പറഞ്ഞിട്ട് പോയത്. അതായത് സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് അറിയേണ്ടതല്ലേ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാലു പറയേണ്ടതല്ലേ. അന്ന് അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള പല വ്യക്തികളും പിന്നീട് കൊടുത്ത ചാനൽ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട് ബാലഭാസ്കറിന് സംസാരിക്കാൻ വരെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനൊരു അപകട വാർത്ത തന്നെ പൂന്തോട്ടത്തിലെ ലേഡി എങ്ങാണ്ട് ബാലഭാസ്കറിൻ്റെ ഫോണിൽ വിളിച്ച സമയത്ത് പോലീസ് ഫോൺ എടുത്തപ്പോഴാണ് ഇത് അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു FIRൻ്റെ രീതി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കംപ്ലീറ്റ്ലി സോബി പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളയാൻ പറ്റൂല. ഓക്കെ, ഇവർ കണ്ടില്ല കേട്ടില്ല അല്ലെങ്കിൽ ഇവരിത് പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംഭവം ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് ഇനി CBI ആണ്. സോബി പറഞ്ഞ കാര്യങ്ങൾ അതിലേക്ക് കുറേ സാധനങ്ങൾ നമുക്ക് ചോദ്യങ്ങളായിട്ട് ചോദിക്കാനുണ്ട്. വരാം. ഞാൻ അത്രയും പൊസസീവായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള 90% വരുന്ന സ്ത്രീകളുടെ മെമ്പറാണ് ഞാൻ. ആ ഗ്രൂപ്പിലുള്ള ആളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചത് ആരെങ്കിലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ചെയ്തതാണെന്ന് എനിക്ക് 1% തോന്നിയാൽ, ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ, ഒരു സാധാരണക്കാരിയൊന്നുമില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഞാൻ ആദ്യം ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി ഒരു പരാതി കൊടുക്കും. പിന്നെ എനിക്ക് ചാനലുകളിലെ നമ്പറുകൾ എടുത്ത് ഞാൻ അവരെയൊക്കെ വിളിച്ചറിയിക്കും. ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർ മണ്ടന്മാരായി പിരിക്കണം, അത്രയ്ക്കും. അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ. എനിക്ക് എന്താണ് നോക്കാനുള്ളത്? എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മോളുടെയും മുഖം മാത്രം ആലോചിച്ചാൽ മതി. ഇനി എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, എനിക്ക് എൻ്റെ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ലോകത്ത് ആർക്കും പറ്റില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വളരെ മണ്ടത്തരമാണ്. ഇവിടെ ആരും അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ആരും ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നില്ല. ഇവർ ഈ പറഞ്ഞ പോലെ ഇവർക്ക് 1% ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം ആരെങ്കിലും ഭാഗത്തുനിന്ന് ഒരു ഫ്രെയിം ചെയ്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ഒരു കേസായിട്ട് പോകുന്നതാണ്. കേസിനോട് അവർ ഓൾറെഡി സഹകരിക്കുന്നുമുണ്ട്. ഇതിൽ ഇപ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ഇപ്പം സംഭവിച്ചു. ഓക്കെ, ഇപ്പം നമ്മൾ ഈ വിചാരിക്കുന്നതും സോബി പറയുന്ന രീതിയിലൊരു കാര്യം സംഭവിച്ചു, മരിച്ചവർ മരിച്ചുപോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഞാനാണ് ജീവനോടുകൂടിയുള്ളത്, ഞാനിനി പറഞ്ഞു കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസിലേക്ക് ഇത് പോകും, മരിച്ചവർ മരിച്ചു, അല്ലെങ്കിൽ ഈ മരിച്ചു പോയവരുടെ തലയിലേക്കും കുറേ സീനുകൾ വരും, മരിച്ചു പോയ വ്യക്തിയുടെ തലയിലേക്ക് കുറേ സാധനങ്ങൾ വരും, എന്തിനാ വെറുതെ, ജസ്റ്റ് ഇതിങ്ങനെ പോട്ടെ എന്നുള്ള മൈൻഡ് ഫ്രെയിമിലും വേണമെങ്കിൽ സംസാരിക്കാം. ഇല്ലേ, സംസാരിച്ചുകൂടെ? ഇനിയും സംസാരിക്കും. ഞാനൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് പറയുകയാണ്. ഓക്കെ, ഇനി ഇവർ ഈ സംസാരിച്ചു കഴിഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിടും. ഞാൻ പ്രധാനമായിട്ട് ഇനി ഇവിടെ പറയാൻ പോകുന്ന 1-2 കാര്യങ്ങൾ. ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ KSRTC ഡ്രൈവർ, ഇയാളുടെ കാര്യമാണ്. ഈ KSRTC ഡ്രൈവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ വണ്ടി ഇയാൾ കണ്ടതും ഈ ഡിപ്പോയിൽ നിന്ന് വണ്ടി എടുത്ത സമയവും അതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ 2019 പ്രിയ വേണുഗോപാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 3:30 ആറ്റിങ്ങലിൽ നിന്ന് ചായ കുടിച്ച് 3:40 ഇറങ്ങി എന്നാണ് അജി എന്ന KSRTC ഡ്രൈവർ പറയുന്നത്. ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട്. ഈ പള്ളിപ്പുറത്ത് അയാൾ എപ്പോൾ എത്തി, അതായത് ഈ 15-12 കിലോമീറ്റർ എങ്ങനെയാണ് ഇയാൾ ഈ ഇപ്പോൾ ഈ സംഭവം നടന്ന FIRലുള്ള 4:15 3:40 3:50 എടുത്ത വണ്ടി 15 കിലോമീറ്റർ താണ്ടി 4:15 ആയത്. ഇത് ഭയങ്കരമായ സംശയമല്ലേ? രക്ഷാപ്രവർത്തനത്തിന് എങ്ങനെ ഈ സമയം ശരിയല്ല. അതിൻ്റെ ഒരു മാപ്പ് അടക്കം ഇവർ ജസ്റ്റ് ഡ്രോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് FIRലെ സമയം എന്തിനു തിരുത്തി എന്നത് വലിയൊരു ചോദ്യമാണ് ഇവർ എഴുതിയിട്ടതിൽ. കറക്റ്റാണ്, FIRലെ ടൈം തിരുത്തിയതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ 4:45 തമ്പിയുടെ കോൾ വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതും ലക്ഷ്മിയുടെ സഹോദരൻ. 6 മണിക്കാണ് ആർക്ക് കോൾ വരും, വീട്ടിലെ കാര്യങ്ങൾ ബാലുച്ചേട്ടൻ്റെ വീട്ടിൽ കാര്യങ്ങൾ അറിയുന്നത് എന്നുള്ളത് ഇവർ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
എങ്ങനെ ഈ ടൈം കറക്റ്റാവും? എങ്ങനെയാണ് ഈ ടൈം 4 സംതിങ് എന്നുള്ളത് എങ്ങനെ ഇവർക്ക് ഈ FIR അതെങ്ങനെ പോസിബിൾ ആവും എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഭയങ്കര റെലവൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഇതിൽ ഇഷാൻ ദേവിന് കോൾ വന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇത് മാത്രമല്ല, ഈ വണ്ടി FIR ഡീറ്റെയിൽസ് വെച്ചിട്ട് പ്രകാശൻ തമ്പി പറഞ്ഞത് വെച്ചിട്ട് വണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി ക്രെയിനിൽ പൊക്കിക്കൊണ്ടുപോയ സംഗതി ആക്ച്വലി അതൊരു 9 സംതിങ്ങിനാണെന്നാണ് പറയുന്നത് പ്രകാശൻ തമ്പീൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. പക്ഷേ ഒരു വിഷ്വലുണ്ട്. ഓക്കെ, ആ വിഷ്വലിനകത്ത് ഈ പെർട്ടിക്കുലർ വണ്ടി പൊക്കിക്കൊണ്ടുപോകുന്നത് കുറച്ച് ഇരുട്ടായ സമയത്താണ്. അതും നീല കളർ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് മിറർ നൗ എന്ന് പറഞ്ഞ ചാനലിൽ ഈ ഇന്നോവ കാറ് പൊക്കിക്കൊണ്ടുപോകുന്ന വിഷ്വൽസ് വെച്ചിട്ടുള്ളത്. അതായത് പുലർച്ചെ സമയത്ത്, മനസ്സിലായോ? പുലർച്ചെ സമയത്ത്. പക്ഷെ നേരെ മറിച്ച് FIRലും പ്രകാശൻ തമ്പി കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ വണ്ടി പൊക്കിക്കൊണ്ടുപോയ സമയവും ഈ വണ്ടി പൊക്കിക്കൊണ്ടുപോയതിൻ്റെ വിഷ്വൽസും കണ്ടതും കാണിച്ചതും അല്ലെങ്കിൽ പറഞ്ഞതും ഒക്കെ ഏകദേശം രാവിലെ ഒരു 9 സംതിങ് കഴിഞ്ഞിട്ടാണ്. അത് രണ്ടും എൻറ്റയർലി ഒന്ന് നീല ക്രെയിനാണ്, ഒന്നൊരു വേറെ ഒരു സാഫ്രോൺ, ഒരു ഓറഞ്ച് കളറുള്ളൊരു ക്രെയിനിലുമാണ്. സോ വണ്ടി ആ ടൈമിൽ തട്ടി മെയിൻ റോഡിലല്ല കിടക്കുന്നത്, മരത്തിലിടിച്ചാൽ കിടക്കുന്നത്. ഗതാഗതം അങ്ങനെ സ്തംഭിച്ച് പോകുന്നില്ല. ബട്ട് ഈ വണ്ടി അവിടെ മാറ്റലും പിടിക്കലും ഒക്കെ പുലർച്ചെ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആരത് ചെയ്തു? അതാരെങ്കിലും കണ്ടവരുണ്ടോ? അതിനെക്കുറിച്ചൊരു CBI അന്വേഷിച്ചോ എന്നുള്ളത് ഒരു ഡൗട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അടുത്ത ഡൗട്ട്, ഈ KSRTC ഡ്രൈവറിൻ്റെ സമയം, ടൈമിങ്, അയാൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാൾ ആ സംഭവ സ്ഥലത്ത് എത്താൻ ഒരു വഴിയില്ല, ഇത് കാണാൻ ഒരു വഴിയില്ല. ഐ വിറ്റ്നസ് ആയിട്ടുള്ള അയാളെ മാറ്റുകയും ചെയ്തു. പിന്നെ പറയാനുള്ളത്, ഈ ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആളെ മാറ്റിയിട്ട്, ഓക്കെ, ഇയാളെ മാറ്റിയിട്ട് ഇത് മെയിൻ ഐ വിറ്റ്നസിനെ മാറ്റിയാണ്. പിന്നെ ഇയാൾ എവിടെ പോയി എന്നുള്ളത് നോക്കുമ്പോഴാണ് ഇയാളെ പിന്നെ നമ്മൾ അറിയുന്നത് ഇയാൾ ഗൾഫിലാണ്. ഇൻ ദ സെൻസ് ഇയാൾക്ക് വേറെ ജോലി കിട്ടി, ഇയാൾ പോയി. ഇയാൾ UAE ഗവൺമെൻറ്റിൻ്റെ UAE കോൺസുലേറ്റിൽ ഡ്രൈവർ അണ്ടർ UAE ഗവൺമെൻറ് ത്രൂ ദ UAE കോൺസുലേറ്റാണ് ഇയാൾ. ഇയാളുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, പണ്ട് റിപ്പോർട്ടർ ചാനലിൽ വന്നു കേട്ടോ. ഞാൻ കണ്ട കാര്യങ്ങൾ, അതായത് ആക്സിഡൻറ്റ് നടന്ന സമയം എൻ്റെ വണ്ടി, ഞാൻ ഓടിച്ചിരുന്ന ബസ്സിൻ്റെ മുന്നിൽ കൂടിയാണ് ഈ വണ്ടി വന്നത്. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് കാണുകയും അത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് തന്നെ ഞാൻ ആ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനിയും കൃത്യമായിട്ട് അത് തന്നെ ചെയ്യും, അത് തന്നെ പറയും. ഞാൻ കണ്ട കാര്യം വളരെ വ്യക്തമായിട്ട്, വളരെ ശക്തമായ രീതിയിൽ തന്നെ ഞാൻ ഇനി സംസാരിക്കും. അതിനെപ്പറ്റി ഇനി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ എൻ്റെ അടുത്തിൽ വന്നാൽ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കും. ഇയാൾ അങ്ങ് UAEലെത്തിയാലും മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഇയാളുടെ അന്ന് തന്നെ അയാളുടെ വോയിസും കാര്യങ്ങളൊക്കെ TV അവരുടെ അടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നേ. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ പറയട്ടെ, ഈ ബസ് ഡ്രൈവറെ ഐ വിറ്റ്നസ് നിന്ന് മാറ്റി അയാൾ ആ പരിപാടിക്കേ ഇല്ല എന്ന് പറഞ്ഞാൽ അയാളെ നാട്ടിൽ നിന്ന് തട്ടി, ഫൈൻ. അപ്പോൾ CBI അന്വേഷിക്കേണ്ട എന്താ, ഇയാൾ എന്തിന് ഐ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറഞ്ഞു വന്നു എന്നുള്ളത്. അത് അന്വേഷിച്ചെന്നുള്ളതിനെക്കുറിച്ച് സംശയമാണ്. അർജുനല്ല ഓടിച്ചേ, ബാലഭാസ്കറാണ് ഓടിച്ചതെന്നുള്ള കള്ളമായിട്ടാണ് അർജുൻ നടക്കുന്നത്. മൊബൈൽ ഫോൺ ഇരിക്കുന്നത് പ്രകാശൻ തമ്പീൻ്റെ കയ്യിലായിരുന്നു കുറച്ചധികം കാലം. ഓക്കെ, അപ്പോൾ ഈ കൂടെ ഉള്ളവരൊക്കെയാണല്ലോ പിന്നെ കുറേ കേസിലും കാര്യത്തിലൊക്കെ ആയിട്ട് നമ്മൾ പെട്ടതും, അല്ലെങ്കിൽ പെട്ടതെന്നല്ല ചെയ്തിട്ട് വേറെ, ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞ പോലെ വേറെ റേഞ്ച് പോയ ആൾക്കാരായിട്ട് നമ്മുടെ മുന്നിൽ വന്നതും നമ്മൾ കണ്ടതും. ഇനി ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് നടന്ന സ്വർണ്ണവേട്ട, ഏകദേശം 1000 കിലോനടുപ്പിച്ചിട്ടുള്ള സ്വർണ്ണ പരിപാടികളാണ് DRI കണ്ടുപിടിച്ചത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് ത്രൂ. ഓക്കെ, അന്ന് DRIൻ്റെ ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ കുറച്ചധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. DRI കുറച്ചധികം സാധനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. DRI സോഴ്സ് പറഞ്ഞതനുസരിച്ചാണ് ക്യാരിയറായിട്ട്, ഓക്കെ, ഇത്രയും സ്വർണം, ഓക്കെ, ക്യാരിയേഴ്സായിട്ട് 1000 കിലോൻ്റെ മുകളിൽ സ്വർണം എയർപോർട്ട് വഴി കൊണ്ടുവന്നതിൽ മെയിൻ ആളുകളായിട്ട് പറയുന്നത് അർജുൻ, റൂബൻ തോമസ്, ദീപു,
ആൻഡ് ദീപുവിൻ്റെ വൈഫ് ചിത്ര ദീപു എന്നുള്ളവരെയാണ് DRI കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഇവരൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്, ഒരു റാക്കറ്റിൻ്റെ ഭാഗമാണ്. ഇവരൊക്കെ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് 3 കീ മെമ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ അർജുൻ, റൂബൻ തോമസ്, ദീപുവിൻ്റെ വൈഫൊക്കെ 3 പേരായിട്ട് ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് പറയുന്നു. ഒന്ന് പ്രകാശൻ തമ്പി. ഓക്കെ, പ്രകാശൻ തമ്പിയാണ് ഈ പറഞ്ഞ ബാലുവിൻ്റെ മെയിൻ മാനേജർ എല്ലാം. ബിജു മോഹനൻ, വിഷ്ണു സോമസുന്ദരം. ഈ വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പിയാണ് ബാലുവിൻ്റെ എല്ലാമായിട്ടുള്ള ആളുകൾ. ഓക്കെ, അർജുനും പ്രകാശൻ തമ്പിയും പാങ്ങോട് സിറ്റിയിൽ നൈബേഴ്സ് ആയിരുന്നു എന്നും, അതല്ലാതെ ബാക്കി ഈ പറഞ്ഞ റൂബൻ തോമസ് ഈസ് എൻ എക്സ് എംപ്ലോയി ഓഫ് വിഷ്ണു സോമസുന്ദരം. ഈ റൂബൻ തോമസിനെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇവരെ കാർ ഇടിച്ച ഈ സ്പോട്ട്, ഓക്കെ, ഈ വണ്ടി ഓടിച്ചത് അർജുൻ. ഈ കാറ് ഇടിച്ച സ്പോട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഈ ആക്സിഡൻറ്റ് സ്പോട്ടിൻ്റെ അടുത്ത് ഒരു CRPF ക്യാമ്പ് ഉണ്ട്. ആ ക്യാമ്പിൻ്റെ അടുത്താണ് ഈ റൂബൻ തോമസ്, അതായത് ഓൾറെഡി തിരുവനന്തപുരം ഗോൾഡ് സ്മഗ്ലിംഗ് സ്കീമിൽ DRI പിടിച്ച ആളുകളുടെ കൂട്ടത്തിലുള്ള റൂബൻ തോമസിൻ്റെ വീട് ഈ പറഞ്ഞ CRPF ക്യാമ്പിൻ്റെ അടുത്താണ്. അത് ഈ പറഞ്ഞ വണ്ടി ഇടിച്ച മരത്തിലിടിച്ച അതേ സ്പോട്ടിനടുത്താണ്. വിത്തിൻ ഷോർട്ട് ഡിസ്റ്റൻസ്, കുറച്ച് മീറ്റേഴ്സ് അപ്പുറത്തുമായിട്ടാണുള്ളത്. ഈ വ്യക്തിയെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത് സോബി. ഓക്കെ, സോബിനോട് ആരാ പേരൊന്നും എന്താ ഇയാളെന്നൊന്നും CBI പറഞ്ഞു കൊടുത്തിട്ടില്ല. ഫോട്ടോ കാണിച്ചു, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു. കൃത്യമായിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് സോബി, ഈ റൂബൻ തോമസിന്. ആൻഡ് ഈ റൂബൻ തോമസും ബാക്കി ഞാൻ വായിച്ച പേരുകളിൽപ്പെട്ട ആളുകൾ, അർജുൻ, റൂബൻ തോമസ്, ദീപു, ചിത്ര, ഇവരെല്ലാവരും ഒരൊറ്റ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. മനസ്സിലായോ? അതിൽ തന്നെ റൂബൻ തോമസ് ഈ പറഞ്ഞ വിഷ്ണു സോമസുന്ദരത്തിൻ്റെ കമ്പനിയിലെ സ്റ്റാഫാണ്. ആൻഡ് നേരത്തെ നമ്മുടെ ബാലുവിൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. അർജുനെ തിരുവനന്തപുരത്തേക്ക് ബാലു കൊണ്ടുവന്നപ്പോൾ താമസിപ്പിച്ചു തിരുവനന്തപുരത്ത്. ആൻഡ് ഇവരുടെ ഒപ്പം ഒരു ഡ്രൈവറായിട്ട് പോയി. പക്ഷേ ഇതിനിടയിൽ ഈ പറഞ്ഞ അർജുൻ വർക്ക് ചെയ്തിരുന്നു. ആ വർക്ക് ചെയ്തത് വിഷ്ണു സോമസുന്ദരത്തിൻ്റെ കമ്പനിയിലാണ്. അപ്പോൾ വിഷ്ണു സോമസുന്ദരത്തിൻ്റെ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി റിലേറ്റഡ് ആയിട്ട് ചുറ്റിപ്പറ്റിയ കുറേ ആളുകൾ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് സീനിൽ അകത്താണ്. ഓക്കെ, ഒരു കൂട്ടം ആളുകളാണ്. നിങ്ങൾ ആലോചിക്കണം, 1 2 അല്ല, ഒരു കൂട്ടം ആളുകൾ ഈ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ. ആൻഡ് ദാറ്റ് കമ്പനീൻ്റെ നെയിം കള്ളിനോ ഫുഡ് ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. കള്ളിനോ ഫുഡ് ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇപ്പോൾ ഈ കമ്പനിയുടെ ഡയറക്ടറിൻ്റെ നെയിം വേറെ 2 പേരുടെ, ജോർജ് ജോൺ എന്നും വിക്ടോറിയ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ 2 പേരുടെ പേരിലാണെങ്കിലും പാസ്റ്റ് ഡയറക്ടേഴ്സിൽ വിഷ്ണു സോമസുന്ദരം ഉണ്ട്. ഓക്കെ, വിഷ്ണു സോമസുന്ദരം വാസ് ദെയർ. അപ്പോയിൻമെൻറ്റ് ഡേറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിഷ്ണു സോമസുന്ദരത്തിൻ്റെ. അപ്പോൾ 2017 8/8 2020 പിന്നെ മാറിയത്. ഇപ്പോൾ വിഷ്ണു സോമസുന്ദരം ഡയറക്ടറായിട്ടിരുന്ന കള്ളിനോ ഫുഡ് ഓട്ടോമേഷനിലെ ആളുകൾ ആൻഡ് വർക്കേഴ്സ് ആയിട്ടായിരിക്കും ഈ പറഞ്ഞ അർജുനും ഈ പറഞ്ഞ മറ്റേ റൂബൻ തോമസും ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ആളുകൾ ഈ പറഞ്ഞ ഗോൾഡ് സ്മഗ്ലിംഗ് പരിപാടികളിൽ ഇൻവോൾവ് ആയി എന്നുള്ളത് ക്ലിയർ കട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ സോബി പറഞ്ഞൊരു സീൻ ഞാൻ പറഞ്ഞുതരാം. സോബി എന്ന് മാത്രമല്ല, അവിടെ അന്ന് റെസ്ക്യൂവിന് ഓടിക്കൂടിയ കുറേ പേര് പറഞ്ഞാൽ എന്താ, അവിടെ ആ നാട്ടുകാരല്ലാത്ത കുറേ പേരെ വണ്ടി ഇടിച്ച സമയത്ത് അവിടെ കണ്ടു എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. സോബിയും പറയുന്നുണ്ട് അവിടെ കുറേ പേരുണ്ടായിരുന്നു, നാട്ടുകാർ വരാൻ വഴിയില്ല, അതിന് മുന്നേ തന്നെ അവിടെ കുറേ പേരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഊഹാപോഹം വെച്ച് പറയുകയാണ്. ഞാനത് കറക്റ്റ് ഇത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ എവിടെയും ക്ലെയിം ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഊഹാപോഹത്തിൽ നിന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ റൂബൻ തോമസിൻ്റെ വീട് ഈ വണ്ടി ഇടിച്ച സ്ഥലത്താണെങ്കിൽ ഈ റൂബൻ തോമസും
ബാക്കി ഇപ്പം ഈ പറഞ്ഞ ഇവർ ഓൾറെഡി ഒരു ടീമായിട്ടാണല്ലോ ഗോൾഡ് സ്മഗ്ലിംഗ് സംഗതിയും സെറ്റപ്പും ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച പോലെ വണ്ടി ഇടിപ്പിക്കുക കൊണ്ടുപോയിട്ട്. അർജുൻ കൊണ്ടുപോയി വണ്ടി ഇടിപ്പിക്കുന്നു. വണ്ടി ഇടിച്ച ഷോക്കിൽ ബാലുവും വൈഫും കുട്ടിയൊക്കെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഇവർക്ക് വണ്ടിക്കകത്ത് ഇവൻ തൃശ്ശൂർ അമ്പലത്തിൽ മറ്റൊരു തൊഴാൻ പോയപ്പോൾ പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് കയറ്റിയ സ്വർണ്ണവും സാധനങ്ങളും റൂബൻ തോമസിന് എന്ത് ചെയ്യാം, വണ്ടി ഇടിപ്പിച്ച വഴിക്ക് ഇവർ ഷോക്കിലിരിക്കുമ്പോൾ മാറ്റി കൊടുക്കാമല്ലോ. പെട്ടികൾ ഒരുപാട് എടുത്ത് മാറ്റി എന്നുള്ളതൊക്കെ അവിടുന്ന് അന്ന് അവിടെ ലോക്കൽ സൈഡിലുള്ള ചേട്ടന്മാർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എടുത്ത് മാറ്റാൻ ഓൾറെഡി ഇവിടെ വന്നുകൂടിയ ആളുകളിൽ ഈ പറഞ്ഞ റൂബൻ തോമസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് സോബി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഫ്രെയിമിങ് നടന്ന് കാണില്ലേ, അതിനുള്ള ചാൻസ് ഇല്ലേ? കാരണം പ്രകാശൻ തമ്പിയാണെങ്കിലും വിഷ്ണു സോമസുന്ദരാണെങ്കിലും അർജുനാണെങ്കിലും റൂബൻ തോമസ് ഒക്കെ ആണെങ്കിലും ഒരു കുഴി കിടക്കുന്നവരാണ്. അവരൊക്കെ കണക്ട് ചെയ്യുന്ന ലിങ്കുകളുണ്ട്. കമ്പനി പേരൊക്കെ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോ. ഇതൊക്കെ CBI അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും. കാരണം ഈ കമ്പനിയിൽ വന്നു പോയ പൈസയുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കണം പോലീസ്. മനസ്സിലായോ? അതിനകത്ത് ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ബാലുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വരാം, ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് പല പല രീതി. കാരണം ഇവരൊക്കെ അറിയുന്ന ആളുകളാണ്. ചിലപ്പോൾ ഒരു കമ്പനി ഉണ്ടാക്കി സഹായിക്കാനാണ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും പൈസ. പല കാര്യങ്ങളിലൂടെയും പല സംശയങ്ങളിലൂടെയും ഈ കേസിൽ ഞാൻ എന്താ പറയുക, തൊട്ടും തൊടാതെയും പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ CBI അല്ല. പക്ഷെ അറിയുന്നതും അറിഞ്ഞതും അല്ലെങ്കിൽ മേ ബി സംശയമുള്ള കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ മീഡിയാസിന് ത്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് പേരുകൾ ഞാൻ ത്രോ ചെയ്തു, കമ്പനി പേര് ത്രോ ചെയ്തു. ഇനി അടുത്തത് ഞാൻ പരിപാടി പറയാൻ പോകുന്നത് വേറൊന്നുമല്ല. ഇതിനകത്ത് ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ കേസിനകത്ത് ഈ കമ്പനി ഇൻവോൾവ്മെൻറ്റും റൂബനും ഇതൊന്നും CBI അന്വേഷിച്ചില്ല കുറിച്ചൊന്നും എനിക്ക് വലിയ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ CBIൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് വന്നാൽ തന്നെ നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ കാണും. അതല്ലാതെ ഈ ഫാക്റ്റുകളൊന്നും നോക്കാതെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനം നോക്കേണ്ടത്, ബാലഭാസ്കർ ഫ്ലഡിൻ്റെ സമയത്തിട്ടൊരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഹായ്, ബാലഭാസ്കർ ആണ് ഇവിടെ. ഞങ്ങളിവിടെ ഒരു ചെറിയൊരു കളക്ഷൻ പോയിന്റിലാണ്. ഞങ്ങൾ സൺ ഹോംസിൻ്റെ കവടിയാറിൽ ഓഫീസിലാണ്. നാളെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ എറണാകുളം വരെ ഒരു ലോറിയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് മെഡിസിൻസും ബെഡ്ഷീറ്റ്സ് അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ സാധനങ്ങൾ കയറ്റുന്നത്. ഇതിലേക്ക് കയറ്റാൻ ഇനിയും സ്പേസ് ഉണ്ട് അതിനകത്ത് കയറാനായിട്ട്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഒന്നുകൂടെ പറയാം, കവടിയാറിലാണ്. കവടിയാറിൽ സൺ ഹോംസിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ വെൽക്കം ടു കോൺട്രിബ്യൂട്ട്. രണ്ട് നമ്പർ, വിഷ്ണു, ജിത്തുൻ നമ്പർ എത്ര? ജിത്തുൻ നമ്പർ എന്ന് പറയും. 9895702405. അതൊരു നമ്പർ. പിന്നെ ഒന്ന് 9895196634. ഇതിലേതെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ 10 മണി വരെ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടുന്ന് നാളെ 10 മണിക്കെങ്കിലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സോ വെൽക്കം, താങ്ക് യു. കേരളത്തിൽ ഫ്ലഡ് നടന്ന സമയത്ത് ബാലഭാസ്കർ ഫ്ലഡിന് ആവശ്യമായിട്ടുള്ള ഫ്ലഡ് റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കണം എന്നുള്ള രീതിയിലിട്ടൊരു പോസ്റ്റാണ്. ഓക്കെ, ഇതിലൊപ്പം നിൽക്കുന്നവരെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ടു. വിഷ്ണു സോമസുന്ദരം, പ്രകാശൻ തമ്പി, ജിത്തു, പിന്നെ ഒരു ജമീൽ, അങ്ങനെ കുറച്ചധികം ആളുകളുണ്ട്. ഇവരെല്ലാവരും ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ FIRൽ പെട്ട ആളുകളാണ്. ഓക്കെ, ഇവരെല്ലാവരും. ആൻഡ് 2019 18 ടൈമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫ്ലഡ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകളുടെ ഇനാഗ്രേഷൻ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അത് ഇവിടുത്തെ ഗോൾഡ് മർച്ചൻറ്റ്സ് ടീമും ബാക്കിയുള്ളവരും ഒക്കെ ഒന്ന് ഇരുത്തി നോക്കിക്കഴിഞ്ഞാൽ DRIക്കും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടുത്തം കിട്ടും. ഇപ്പം എന്താ സ്കീം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഫ്ലഡ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് ഫ്ലഡിന് സഹായം എന്ന പേരിൽ ദുബായിൽ നിന്നടക്കം ഒരുപാട് സഹായം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒപ്പമുള്ളവരൊക്കെ ഉടായിപ്പന്മാരായതുകൊണ്ട്
ഇവന്മാരിഞ്ഞി അതുപയോഗിച്ച് ബാലു ത്രൂഞ്ഞി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി അത് ബാലു അറിഞ്ഞോ എന്നുള്ള കാര്യം അടക്കം കുറേ സംശയങ്ങൾ വരും. ഈ സംശയങ്ങൾ വരാറില്ല, കാരണം ഇവന്മാരൊക്കെ വൺ ടീമാണ്, മനസ്സിലായില്ല? അപ്പം വൺ ടീം ആയതുകൊണ്ട് കുറേ സംശയങ്ങൾ നമുക്ക് വരുന്നത് നമ്മൾ എല്ലാ പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം. അപ്പം അങ്ങനെയുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മീഡിയയ്ക്ക് അന്വേഷിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ കമ്പനി ഡീറ്റെയിൽസും ഈ പറഞ്ഞ KSRTC ഡ്രൈവർ എങ്ങനെ പെട്ടെന്ന് ഐ വിറ്റ്നസ്സിൽ നിന്ന് മാറി ഗൾഫിലേക്ക് പോയി എന്നുള്ളതും ചുമ്മാള്ള പോക്കല്ല കേട്ടോ, അതിഭീകരമായ പോക്കാണ്. പിന്നെ ഫ്ലഡിൻ്റെ സമയത്ത് പല രീതിയിൽ ആണെങ്കിൽ കയ്യിലിരിക്കുന്ന സ്വർണം ഫ്ലഡിൻ്റെ സാധനം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പല രീതിയിൽ വണ്ടിയിലിട്ട് കടത്താൻ പറ്റും. അതിനിപ്പോൾ കരുവാക്കിയിട്ട് ഒരാളെ യൂസ് ചെയ്യുക, ഒരു സെലിബ്രിറ്റീനെ അവന്മാർക്ക് യൂസ് ചെയ്യാം. 2017, 19, 20, 21 ഫ്ലഡ് നടന്നിട്ടുണ്ട്. മേജർ ഫ്ലഡ് ഈസ് ലൈക്ക് ഇൻ 2018. ഓക്കെ, ആൻഡ് അത് 2019 നടന്നിട്ടുണ്ട്. സോ ആ ടൈമിലൊക്കെ അങ്ങനെ എന്തെങ്കിലും തിരിമറി ഇവന്മാർ നടത്തിയിട്ടുണ്ടോ, അതിഞ്ഞ് ബാലു കണ്ടുപിടിച്ചിട്ടുണ്ടോ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ചിന്തിക്കാം. പിന്നെ മേജറായിട്ടുള്ള വേറൊരു പോയിന്റ് ഇതിനകത്ത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു സാധനമാണ്. ബട്ട് കുഴപ്പമില്ല, ഞാനതിൻ്റെ ചെറിയൊരു സംഗതി ഇങ്ങനെ തുറന്ന് പറഞ്ഞിടാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ആക്സിഡൻറ്റിൻ്റെ ടൈം, ബാലഭാസ്കറിൻ്റെ അപകടം നടന്ന വിവരം 3:30 AM ആണ് രാവിലെ എന്നുള്ളത് ജമീൽ എന്ന ആൾ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജമീൽ 25/9/2018. പക്ഷേ ഇപ്പോഴുള്ള റിപ്പോർട്ടിനകത്ത് കിടക്കുന്നത് 4:15 ബാലഭാസ്കറിൻ്റെ ഫോണിലേക്ക് പൂന്തോട്ടം ലത വിളിച്ചു എന്നും ആ വിളിച്ച സമയത്താണ് പോലീസുകാർക്ക് ഇത് ബാലഭാസ്കർ ആണെന്ന് മനസ്സിലായതും അങ്ങനെ ഒരു അപകടത്തിൻ്റെ സമയം ആ ഒരു സമയം വെച്ചിട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു 3:30 ജമീൽ എങ്ങനെ അപകടം നടന്നു, അപ്പോൾ ആ ഒരു ടൈമിലാണോ ഈ ഒരു അപകടം നടന്നത്? ആൻഡ് ദാറ്റ് ക്രെയിൻ തിങ്, ഒരു നീല ക്രെയിന് വെച്ചിട്ട് ബാലുവിൻ്റെ വണ്ടി അവിടുന്ന് ആരെങ്ങനെ, അതെന്തിനു മാറ്റി, ആരാ മാറ്റിയത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. 3:30 നല്ല ഇരുട്ടാണ്, ആ വിഷ്വൽസിൽ കണ്ട പോലെ കറുത്ത ഇരുട്ടുള്ള സമയമാണ്. അതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ പ്രകാശൻ തമ്പിയുടെ മൊഴി അനുസരിച്ച് 25/9/2018 രാവിലെ 9:00 10 കിടക്കുകയാണ് വാഹനം ലിഫ്റ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന് മുമ്പ് വാഹനം പൊക്കിയത് എന്തിന് എന്നുള്ളൊരു ചോദ്യം അവിടെ ശക്തമായിട്ട് കിടക്കും. ഓക്കെ, ഇനി ഈ സ്വർണ്ണക്കടത്തിന് ലുക്കൗട്ട് നോട്ടീസിൽ ഉള്ള ഒരു വ്യക്തിയെ ഓക്കെ ഫോട്ടോ കാണിച്ച് അത് സോബി ഐഡൻറ്റിഫൈ ചെയ്ത് ആ വ്യക്തി അന്നേ ദിവസം ടവർ ലൊക്കേഷനിൽ ആ സിറ്റുവേഷനിൽ ആ സ്ഥലത്തുണ്ട്, ആ ലൊക്കേഷനിലുണ്ട് എന്നുള്ളത് ഉറപ്പായി. ആ വ്യക്തിയെ സോബി ജോർജ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷവും ആ വ്യക്തി ഇൻവോൾവ് ആയ കേസിൽ ഇതേ ആക്സിഡൻറ്റിൽ മരണം സംഭവിച്ച ബാലഭാസ്കറുമായിട്ട് ക്ലോസ് റിലേഷനിലുള്ള ആളുകൾ ഉള്ളത് എന്തുകൊണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അന്വേഷണം ഇവിടെ CBI നടത്തിയില്ല എന്നുള്ളൊരു ചോദ്യം. റൂബൻ തോമസ് ആയിരുന്നു ആ ഒരു വ്യക്തി, എക്സ് എംപ്ലോയി ഓഫ് സോമസുന്ദരം എന്നാണ് DRIൻ്റെ ആ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാനിവിടെ വെച്ചതിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പം അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടേ ആ കമ്പനി റിലേറ്റഡ് ആയിട്ടും, വിഷ്ണു സോമസുന്ദരത്തിൻ്റെ കമ്പനി റിലേറ്റഡ് ആയിട്ടും, ആ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളുകൾ ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നത് റിലേറ്റഡ് ആയിട്ടും കുറേ സംശയങ്ങൾ. സോബി പറഞ്ഞ കാര്യങ്ങളിപ്പോൾ വൈഫ് ഇല്ല എന്ന് പറയുകയാണെങ്കിലും ഓക്കെ സംശയങ്ങൾ ചോദിക്കാമല്ലോ. സംശയങ്ങൾ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും കാണുമല്ലോ. വൈഫിന് ക്ലിയർ കട്ടായിട്ട് അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നു. പക്ഷെ വീട്ടുകാർക്ക് സംശയമുണ്ട്, അച്ഛനും അമ്മയ്ക്കും സംശയമുണ്ട്, മീഡിയാസിൽ പലർക്കും സംശയമുണ്ട്, ഈ കേസ് ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന പലർക്കും സംശയമുണ്ട്. സംശയം ഉണ്ടാവും. ക്ലിയർ ചെയ്യേണ്ടത് എന്താണെങ്കിൽ CBI ആണ്. ഒരു 1 ഡയമെൻഷനിൽ മാത്രം ഓക്കെ വൈഫ് ദൃക്സാക്ഷിയാക്കി നിർത്താം, അവരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെ എഴുതി വെച്ച് ക്ലോസ് ചെയ്ത് പോവാം. ബട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് വരും അല്ലേ?